യു ജി സി നെറ്റ് കൊമേഴ്സിൻ്റെ പേപ്പർ 2 വരുന്ന യൂണിറ്റ് 4, അതായത് ബിസിനസ് ഫിനാൻസിൽ നിന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക് ഇതാണ്, ഡിവിഡൻഡ് തിയറീസ്. ഇത് നമുക്കെല്ലാം ഓൾമോസ്റ്റ് ഫെമിലർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ബിസിനസ് ഫിനാൻസും അതിൽ വരുന്ന ഡിവിഡൻഡ് തിയറീസും എല്ലാ വർഷവും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം 2025 ഡിസംബറിൽ നടന്ന യു ജി സി നെറ്റ് കൊമേഴ്സ് എക്സാമിനും ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന്, ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം, തിയറീസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: അക്കോർഡിംഗ് ടു വാൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർ ഓഫ് എ ഡിക്ലൈനിങ് ഫേം ആർ ലെസ് ദാൻ കെ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, വിൽ ബി മാക്സിമം അറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇതാണ്: ഒരു ഡിക്ലൈനിങ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ വാൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ് പ്രകാരം എപ്പോഴാണ് മാക്സിമത്തിലെത്തുക എന്നുള്ളത്. അപ്പോൾ അതിന് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? വാൾട്ടേഴ്സ് മോഡൽ എന്താണെന്നറിയണം, വാൾട്ടേഴ്സ് മോഡലിൻ്റെ അസംഷൻ അറിയണം, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അതായത് ആറും കെയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിവിഡൻഡ് തിയറീസ് മൊത്തമായി ഒന്ന് നോക്കി വരാം, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, ഡിവിഡൻഡ് തിയറീസിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: റെലവൻസ് തിയറീസ് എന്നും ഇർറെലവൻസ് തിയറീസ് എന്നും. എന്താ റെലവൻസ് തിയറി എന്ന് പറഞ്ഞാൽ, ഒരു ഡിവിഡൻഡ് ഡിസിഷൻ കൊണ്ട്, നമ്മൾ ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു തീരുമാനം ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കമ്പനീൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതെന്തായി? റെലവൻസ് തിയറിയായി. ഇനി നമ്മളെടുക്കുന്ന ഡിവിഡൻഡ് ഡിസിഷൻ, അതായത് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് ബന്ധപ്പെട്ട ഡിസിഷൻ അതിൻ്റെ മാർക്കറ്റ് പ്രൈസിനെയോ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവിനെയോ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതെന്തായി? ഇറെലവൻസ് തിയറിയായി. ഇപ്പോൾ റെലവൻസ് തിയറിയിൽ 2 പ്രൊപ്പൗണ്ടേഴ്സ് ഉണ്ട്. ഒന്ന് വാൾട്ടേഴ്സ് മോഡലും 2 ഗോർഡൻസ് മോഡലാണ്. അതേപോലെ ഇറെലവൻസ് തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് തിയറി, അതായത് മോഡിഗ്ലിയാനി മില്ലറാണ്. അപ്പം നമുക്ക് ഈ 3 തിയറീസും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വാൾട്ടേഴ്സ് മോഡൽ. ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി. വാൾട്ടേഴ്സ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ആണ്. ആ 2 വേരിയബിൾ എന്ന് പറയുന്നത്, ഒന്ന് റേറ്റ് ഓഫ് റിട്ടേൺ, അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന് മെൻഷൻ ചെയ്യും. രണ്ടാമത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കെ. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ വേറൊരു പേരും കൂടെ അറിയപ്പെടും കേട്ടോ. എന്താണെന്നറിയോ? ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആണ് നമ്മളിത് വിളിക്കുക കെ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വാൾട്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി വാൾട്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഫേംസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഗ്രോത്ത് ഫേം, നോർമൽ ഫേം, ഡിക്ലൈനിങ് ഫേം. ഓക്കെ, അപ്പം ഗ്രോത്ത് ഫേം എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അതാണ് ഗ്രോത്ത് ഫേം, ആർ ഗ്രേറ്റർ ദാൻ കെ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് 0% ഡിവിഡൻഡ് പേ ഔട്ടാണ്. അതായത് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ നമ്മൾ കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യണം. നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് പുറത്ത് കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം? അതിൻ്റെ ലോജിക്ക് ഇതാണ്: ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്നത് സപ്പോസ് ഒരു 10% ആണെന്ന് ഇരിക്കുക, കെ 10%. ഫേമിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്നത് ഒരു 15%. ഓക്കെ, നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്നത് കെ ആണ്, അവരെത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? 10%. പക്ഷേ ഫേമിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ സപ്പോസ് 12% ആണ് എങ്കിൽ ആർ ഗ്രേറ്റർ ദാൻ കെ ആയില്ലേ? അപ്പം ഷെയർ ഹോൾഡർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുക എത്രയാണ്? 10% റിട്ടേൺ ആണ്. അതേസമയം കിട്ടിയ പ്രോഫിറ്റ് മുഴുവൻ നമ്മുടെ ഫേമിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ 12% റിട്ടേൺ കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവനായിട്ട് എന്ത് ചെയ്യണം? ഫേമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. പുറത്ത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഫസ്റ്റ് ഗ്രോത്ത് ഫേമിൻ്റെ കേസ് പറയുന്നത്. രണ്ടാമത്തത് നോർമൽ ഫേമാണ്. നോർമൽ ഫേം എന്താണ്? ആറും കെയും ഈക്വൽ ആണ്. ആർ ഈസ് ഈക്വൽ ടു കെ. ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ 10% ആയിരിക്കും. അതേസമയം നമ്മൾ കമ്പനി ഏൺ ചെയ്യുന്നതും എന്തായിരിക്കും? 10% ആയിരിക്കും. ഓക്കെ, ആ ഒരു കേസിനാണ് നമ്മളിത് വിളിക്കുക ആർ ഈസ് ഈക്വൽ ടു കെ. ആ കേസിൽ ഡിവിഡൻഡ് പോളിസി ഹാസ് നോ എഫക്റ്റ് ഓൺ ദി മാർക്കറ്റ് വാല്യൂ. നിങ്ങൾ ഡിവിഡൻഡ് എത്ര കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതെന്തിന് എഫക്റ്റ് ചെയ്യില്ല? ഡിവിഡൻഡ് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യില്ല. ലാസ്റ്റ് വൺ, ഡിക്ലൈനിങ് ഫേം.
ആർ ലെസ് ദാൻ കെ. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്പോസ് ഷെയർ ഹോൾഡർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 10%, കമ്പനീൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 8% ഉള്ളൂ എങ്കിൽ അപ്പോൾ ആർ ലെസ് ദാൻ കെ ആയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, കിട്ടിയ പ്രോഫിറ്റ് മുഴുവനായിട്ടും ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഡിവിഡൻ്റായിട്ട് പേ ഔട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ കിട്ടിയ പ്രോഫിറ്റ് കമ്പനിക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റിട്ടേണേ കിട്ടുള്ളൂ? 8%. പക്ഷേ അതേസമയം അത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്താൽ അവർക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും? 10% റിട്ടേൺ ഏൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻ്റായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ അല്ലേ? അതാണ് വോൾട്ടേഴ്സ് മോഡലിലെ 3 ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇനി ഇതിൻ്റെ അസംഷൻസ് ആണ്. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഫേം ഫിനാൻസ് ഓൾ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ ഇൻറ്റേർണൽ ഫിനാൻസിങ്. അതായത് എക്സ്റ്റേണൽ ഡെപ്റ്റ് ഒന്നുമില്ല, നമ്മൾ റിട്ടേൺഡ് ഏർണിങ്സും ഇൻറ്റേർണൽ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഫിനാൻസ് ചെയ്യുന്നത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ആർ ആൻഡ് കെ. അത് രണ്ടും നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ആർ എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, കെ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആണ്. ഇത് രണ്ടും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ദെൻ മൂന്നാമത്തത് ഏർണിംഗ് പെർ ഷെയർ കോൺസ്റ്റൻ്റ് ആണ്, അത് ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഫേം ഹാസ് എ വെരി ലോങ് ലൈഫ്. ഓക്കെ, അപ്പം നമ്മളിപ്പം പറഞ്ഞ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പ്രകാരം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലേ. അവിടെ നമ്മൾ പറഞ്ഞെന്താണ്? ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വരാം നമുക്ക്. അക്കോർഡിംഗ് ടു വാൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർ ഓഫ് എ ഡിക്ലൈനിങ് ഫേം ആർ ലെസ് ദാൻ കെ ആവുമ്പം മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ എപ്പോഴാണ് മാക്സിമം ആവുക? എത്ര ഡിവിഡൻഡ് കൊടുക്കുമ്പോഴാണ്? അതിൻ്റെ ആൻസർ നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഡിക്ലൈനിങ് ഫേം ആർ ലെസ് ദാൻ കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100% ഡിവിഡൻഡ് പേ ഔട്ടാണ് അല്ലേ. അപ്പം ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് 100% ഡിവിഡൻഡ് പേ ഔട്ട്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് വാൾട്ടേഴ്സ് മോഡൽ പോലെ തന്നെ മറ്റ് 2 മോഡൽസ് ഉണ്ട്. അടുത്തതാണ് ഗോർഡൻസ് മോഡൽ. ഗോർഡൻസ് മോഡൽ ഇതിൻ്റെ മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ലോങ് ടേം ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എന്താ വേണ്ടത്? കറൻറ്റ് റിട്ടേൺ ആണ്. ഓക്കെ, അതായത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡിവിഡൻഡ് കിട്ടുക എന്നുള്ളതാണ് റെഗുലറായിട്ട്. അപ്പം നമ്മൾ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുമ്പം കമ്പനീൻ്റെ ഷെയർ പ്രൈസ് കൂടുമെന്നും ഡിവിഡൻഡ് കൊടുക്കുന്നത് കുറയുമ്പം കമ്പനീൻ്റെ ഷെയർ പ്രൈസ് കുറയും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ 2 വാല്യൂ തമ്മിലുള്ള റിലേഷനാണ്. ആ വാല്യൂസ് ഇതാണ്. ഒന്ന് കമ്പനീൻ്റെ ഡിവിഡൻഡ് പേ ഔട്ട്, അതിനെ കമ്പനീൻ്റെ ഷെയർ പ്രൈസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അസംഷൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ അടുത്ത 2 അസംഷൻസ് ആണ് പറയുന്നത്. അസംഷൻസ് ഒന്നാമത്തത് ഫേം ഈസ് ആൻ ഓൾ ഇക്വിറ്റി ഫേം. അതായത് ഫേമിൻ്റെ എല്ലാ ഫിനാൻസിങ് ആക്ടിവിറ്റിയും എങ്ങനെയാണ്? ഡെപ്റ്റ് വഴിയൊന്നും നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നില്ല. എങ്ങനെ ഫണ്ട് റേസ് ചെയ്യുന്നുള്ളൂ? മുഴുവനും ഇക്വിറ്റിയാണ്. രണ്ടാമത് കെ വിൽ റിമൈൻ കോൺസ്റ്റൻറ്റ്. ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്താണ് ഇവിടെ? കോൺസ്റ്റൻ്റ് ആണ്. ദെൻ അതേപോലെ റീടെൻഷൻ റേഷ്യോയും കോൺസ്റ്റൻ്റ് ആണ്. റീടെൻഷൻ റേഷ്യോ എന്താണ്? നമ്മൾ എത്രയാണോ ഫേമിൽ റീറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ഈ ഒരു ഗോർഡൻസ് മോഡൽ പ്രകാരം ഷെയറിൻ്റെ വാല്യൂവിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ദെൻ അഞ്ചാമത്തത് നോ കോർപ്പറേറ്റ് ടാക്സ്. ദെൻ 6th വൺ കെ ഗ്രേറ്റർ ദാൻ ജി. അപ്പോൾ ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? ഗ്രോത്ത് റേറ്റ് ആയിരിക്കണം. കെ ഗ്രേറ്റർ ദാൻ ജി. ദെൻ ഫേം ഹാസ് ഇൻഫിനിറ്റ് ലൈഫ്. അപ്പോൾ നിങ്ങൾ ഈ അസംഷൻസ് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. നെറ്റ് എക്സാമിനെ പലപ്പോഴും ചോദിക്കാറുണ്ട് അസംഷൻസ് തന്നിട്ട് അതിൽ അസംഷൻ അല്ലാത്ത ഏതാണെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ദെൻ ഇവിടെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസും റിലേഷൻഷിപ്പും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഗോർഡൻസ് മോഡൽ 2 വാല്യൂ തമ്മിൽ റിലേഷനാണ്. ഒന്നേതാണ്? ഡിവിഡൻഡ്. 2 ആ ഡിവിഡൻഡ് കൊടുക്കുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇംപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഗ്രോത്ത് ഫേം, നോർമൽ ഫേം, ഡിക്ലൈനിങ് ഫേം. ഗ്രോത്ത് ഫേം എന്താണ്? ആർ ഗ്രേറ്റർ ദാൻ കെ. ദാറ്റ് ബെനിഫിറ്റ് ദി ഷെയർ ഹോൾഡേഴ്സ് മോർ ഇഫ് ദി കമ്പനി റീഇൻവെസ്റ്റ് ദ ഡിവിഡൻഡ് റാദർ ദാൻ ഡിസ്ട്രിബ്യൂട്ടിങ് ഇറ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സിമിലാരിറ്റി ഇവിടെ വരുന്നുണ്ട്. ആറും കെയും. ആർ എന്ന് പറഞ്ഞാൽ ഫേം ഏൺ ചെയ്യുന്ന റിട്ടേൺ, കെ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. അപ്പം ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണിനെക്കാട്ടും കൂടുതലാണ് ഫേമിന് കിട്ടുന്ന റിട്ടേൺ എങ്കിൽ എന്താ പറയുന്നത്? കമ്പനി അത് റീഇൻവെസ്റ്റ് ചെയ്യണം. എന്തിനു പകരം? ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? റീഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ എഫക്റ്റ് എന്താ ഉണ്ടാവുന്നത്? അതിൻ്റെ റിലേഷൻഷിപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. വെൻ ആർ ഗ്രേറ്റർ ദാൻ കെ
മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഡിക്രീസസ് ആസ് ദി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിക്രീസസ്. എന്തുകൊണ്ട് അങ്ങനെ? കാരണം ആർ ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഡിവിഡൻഡ് കൊടുക്കില്ല, നമ്മൾ മാക്സിമം എമൗണ്ട് കമ്പനി റീറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഡിവിഡൻഡ് കൊടുക്കാതിരിക്കുമ്പം എന്താ ഉണ്ടാവുക? ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്താവും? കുറയും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നോർമൽ ഫേം ആണെങ്കിലോ ആർ ഈസ് ഈക്വൽ ടു കെ. ഇറ്റ് ഡസ് നോട്ട് മേക്ക് എനി ഡിഫറൻസ്. കമ്പനി അത് റീഇൻവെസ്റ്റ് ചെയ്താലും ഡിവിഡൻഡായിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. എന്താണ് പറയുന്നത്? വെൻ ആർ ഈസ് ഈക്വൽ ടു കെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ എന്ത് ചേഞ്ച് ഉണ്ടായാലും അതെന്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല? ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ലാസ്റ്റ് വൺ നോക്കി, ഡിക്ലൈനിങ് ഫേം ആർ ലെസ് ദാൻ കെ. അവിടെ ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴാണ് ബെനിഫിറ്റ് ഉണ്ടാവുക? കമ്പനി മുഴുവൻ പ്രോഫിറ്റും ഡിവിഡൻഡായിട്ട് കൊടുത്താലാണ്. കാരണം എന്താണ്? കമ്പനിക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ കുറവും ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ആർ ബെനിഫിറ്റഡ്. ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റഡ് ആകും എപ്പം? ഇഫ് ദി ഡിവിഡൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം റാദർ ദാൻ റീഇൻവെസ്റ്റഡ്. റീഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഉള്ള എഫക്റ്റ് എന്താണെന്ന് നോക്കിയേ. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഇൻക്രീസസ് ആസ് ദി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇൻക്രീസസ്. അപ്പം ആർ ലെസ് ദാൻ കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവനായിട്ട് എന്താണ് ചെയ്യുന്നത്? ഡിവിഡൻഡായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ആർ ഗ്രേറ്റർ ദാൻ കെ ആകുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവിഡൻഡ് കൊടുക്കില്ല. ഡിവിഡൻഡ് പേ ഔട്ട് എന്താ ചെയ്യുക? കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് നമ്മൾ കുറയ്ക്കുമ്പം മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിക്രീസ് ചെയ്യുമ്പം മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഡിക്രീസ് ചെയ്യും. ഇനി ആർ ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല കേട്ടോ. ദെൻ ആർ ലെസ് ദാൻ കെ ആണെങ്കിലോ നമ്മൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ റിലേഷൻ ഓർത്ത് വെക്കാൻ കുറച്ച് ഈസിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതിലെ റെലവൻസ് തിയറിയിലുള്ള രണ്ടെണ്ണവും നമ്മൾ ഡിസ്കസ് ചെയ്തു. വാൾട്ടേഴ്സ് മോഡലും ഗോർഡൻസ് മോഡലും. ഇനി ഇതിൽ നോക്കാനുള്ളത് MM തിയറിയാണ്. MM തിയറിൻ്റെ ഡെവലപ്പ് ചെയ്ത ആൾ മോഡി ഗ്ലിയാനി ആൻഡ് മില്ലറാണ്. അപ്പം ഇയാളുടെ ഒരു തിയറി പ്രകാരം ഡിവിഡൻഡ് പോളിസി ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിനെയോ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനെയോ സ്റ്റോക്ക് പ്രൈസിനെയോ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. This theory states that company's dividend policy has no impact on the market value or stock price. നിങ്ങൾ ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതൊന്നും എന്തിനും എഫക്റ്റ് ചെയ്യില്ല? കമ്പനീൻ്റെ മാർക്കറ്റ് വാല്യൂവിനെയോ സ്റ്റോക്ക് പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിയറിയിലേക്ക് എത്താൻ അയാൾ പ്രേരിപ്പിച്ച കുറച്ച് ഘടകങ്ങളുണ്ട്. അതാണ് അസംഷൻസ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തുള്ളത്. എനിക്കൊന്ന് റീസെൻ്റായിട്ട് നടന്ന ഒരു എക്സാമിന് MM തിയറിയുടെ അസംഷൻസ് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് അസംഷൻ പറയുന്നത് ദർ ആർ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, നോ ടാക്സ്. തേർഡ് വൺ, നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫോർത്ത് വൺ, ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ. ഫിഫ്ത്ത് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഈസ് ഫിക്സഡ്. ദെൻ സിക്സ്ത് വൺ, അവൈലബിലിറ്റി ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങളൊരു തിയറി പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ അസംഷൻസും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. MM തിയറിൻ്റെ അസംഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഒന്നുകൂടി ഒന്ന് നോക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും നോക്കുകയാണ്. അപ്പം വാൾട്ടേഴ്സ് മോഡലാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. വാൾട്ടേഴ്സ് മോഡൽ ആർ ലെസ് ദാൻ കെ ആണെങ്കിൽ ഷെയർ വാല്യൂ മാക്സിമം എപ്പോഴായിരിക്കും? 100% ഡിവിഡൻഡ് പേ ഔട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 തിയറി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതിലെ അസംഷൻസും അതിൻ്റെ ഇംപ്ലിക്കേഷൻസും റിലേഷൻസും ഒക്കെ കാര്യമായിട്ട് എന്ത് ചെയ്യാം? പഠിച്ച് വെക്കുക നല്ല രീതിയിൽ തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ട് ഉണ്ട്, അതിലെന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അപ്പം നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? കമൻസായിട്ട് അറിയിക്കുക. ഓക്കെ.